Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് 2 മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഉള്ളിലെ മഞ്ഞയും വേർതിരിച്ചെടുക്കണം. അപ്പോൾ 2 ബൗളിലേക്ക് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഞാൻ വെള്ള തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മഞ്ഞയിലേക്ക് വേണം ആദ്യം എല്ലാം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരല്പം കൂടെ ചേർക്കാം, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ്. ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ, ഈ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു 1/4 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ അധികം തണുപ്പും ചൂടൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിൽ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചെടുക്കുക. ഇനി ഇതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് എത്രയും മുട്ടയുടെ വെള്ള നല്ല ഫ്ലഫിയായി വരുന്നു അതിനനുസരിച്ച് നമ്മുടെ പാൻകേക്കും സോഫ്റ്റായി ഫ്ലഫിയായി വരും. ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിസ്ക് വെച്ചിട്ട് മാക്സിമം അടിച്ച് പതപ്പിക്കുക. എങ്കിലും ബീറ്റർ വെച്ച് ചെയ്യുന്നതിന് കുറേ കൂടെ നല്ല സോഫ്റ്റ്നെസ്സും പഞ്ഞി പോലെ ഇരിക്കും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെയായിട്ട്, മുട്ടയുടെ വെള്ള കുറേശ്ശെയായിട്ട് നമ്മുടെ ബാറ്ററിനകത്തേക്ക് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം അങ്ങ് കുത്തിക്കുഴയ്ക്കാതെ സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളമെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ആ ബാറ്റർ കാണുമ്പോൾ അറിയാം, അത് തന്നെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെച്ച് ചുട്ടെടുക്കാം. അപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീ ആദ്യം കുറച്ച് തന്നെ വയ്ക്കുക. അതിനുശേഷം ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പരത്തി കൊടുക്കരുത്, വെറുതെ ഇങ്ങനെ നമ്മൾ സ്പൂണിൽ കുറേശ്ശെ ഒഴിച്ചാൽ മതി. അധികം സ്പ്രെഡ് ചെയ്ത് നമ്മൾ ദോശ പരത്തുന്ന പോലെ ഒന്നും ഇതൊട്ടും പരത്തരുത്. അപ്പം നല്ല തിക്കായിട്ട് നല്ല പൊങ്ങിയും കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പതുക്കെ സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് അതൊന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് മതി. അതിന് ശേഷം നമുക്കിതുപോലെ തുറന്നിട്ട് വീണ്ടും കുറച്ച് മാവ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല പൊങ്ങിയിരിക്കും നമ്മുടെ പാൻകേക്ക്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്ന് ചെറുതായിട്ട് സെറ്റായതിന് ശേഷം വേണം കേട്ടോ വീണ്ടും ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പരന്നു പോകും. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ 2 or 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം. ഉള്ളിലൊക്കെ വെന്ത് വരും, നമ്മൾ കുറേശ്ശെയല്ലേ ഒഴിക്കുന്നത്. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇത്രയും പൊക്കി ഒഴിക്കുന്നതുകൊണ്ട് സാധാരണ പാൻകേക്ക് ഇടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് മറിച്ചിടരുത്, ഒരു സോഫ്റ്റായിട്ടൊക്കെ ഒന്ന് മറിച്ചിടുക. ഇപ്പോൾ കണ്ട 2 സൈഡും കുക്കായി ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു
സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കാരമൽ സിറപ്പോ പിന്നെ തേനോ എന്താ നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കഴിക്കാം, വെറുതെ ആണെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര സോഫ്റ്റായിട്ട് നമുക്ക് പാൻ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്